ശിവാനി 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 അമ്മയ്ക്ക് എവിടെ പോയി ആന്റി? നീ ഇതെവിടെ പോയിരിക്കായിരുന്നു ഇത്രയും നേരം? ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി പോയിരിക്കായിരുന്നു. എത്തിയോ? ഒന്നും പറയാതെ ഇത് എങ്ങോട്ട് പോയതാ പ്രണവ്? നിനക്ക് ഒരു സർപ്രൈസ് തരാനായിട്ട് തോന്നിയിരുന്നു, അത് വാങ്ങിക്കാനായിട്ട് പോയതാ. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? ആ സർപ്രൈസ് ദേ ഇതിനകത്തുണ്ട്. എന്താണെന്നൊന്ന് ഗസ് ചെയ്ത് പറയാമോ? ഒന്ന് ഗസ് ചെയ്ത് നോക്ക്. മൊബൈൽ ഫോൺ ആണോ? മറ്റേ ഫോൾഡിംഗ് ഫോൺ? പിന്നെ എന്താണെന്ന് എനിക്കറിയില്ല. സർപ്രൈസ് ആണെങ്കിൽ അത് അവളുടെ കയ്യിലോട്ട് കൊടുക്കും മോനെ, അവള് നോക്കട്ടെ. തുറന്നു നോക്ക്. അമ്മേ, ഇത് നോക്കേ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇതുപോലത്തെ ഒരു നെക്ലേസ് പ്രണവിനെ കാണിച്ചെന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സെയിം സാധനം എങ്ങനെ ഒപ്പിച്ചു? നിനക്ക് ഇതുപോലൊരു നെക്ലസ് വേണോന്ന് ഫോട്ടോ കാണിച്ച് പറഞ്ഞപ്പോ തന്നെ ഞാൻ തീരുമാനിച്ചതാ, എങ്ങനെയെങ്കിലും ഇതൊന്ന് തപ്പിപ്പിടിച്ച് എടുക്കണോ. ഞാൻ ഈ വീട്ടിൽ നിന്നിറങ്ങി ഒന്നുമില്ലാതെ എങ്ങോട്ട് പോണോന്ന് പോലും അറിയാതെ മരിച്ചാലോ എന്ന് പോലും ചിന്തിച്ച് തെരുവിൽ നിന്ന സമയത്തും CKC അങ്ങളുടെ വീട്ടിൽ അഭയാർത്ഥികളായിട്ട് ജീവിച്ച സമയത്തും എനിക്ക് ധൈര്യം തന്ന് സ്നേഹം തന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നവളാണ് നീ. നിനക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് വാങ്ങി തരേണ്ടതല്ലേ ശിവാനി? അയ്യോ എടാ, ഇവളെന്ത് സാധിച്ചെന്നോ നീ പറയുന്നത്? അല്ലെങ്കിൽ തന്നെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ച് ആഘോഷിക്കാൻ പറ്റിയ സമയമാണോ ഇത്? അല്ലേ, ഭർത്താവിന് ഭാര്യയ്ക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ പാഴൂർ പടിപ്പുരയിൽ പോയി സമയം നോക്കി മുഹൂർത്തം കുറിക്കാൻ പറ്റുമോ? പ്രണവ് എനിക്കൊരു നെക്ലേസ് വാങ്ങി തന്നതിൽ ആന്റിക്ക് എന്താ കുഴപ്പം? നെക്ലസ് വാങ്ങി തന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ അതിന് പറ്റിയ അവസരമല്ല ഇതെന്ന് ഇവനെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത എനിക്കുണ്ട്. എടാ, നീയൊന്ന് ആലോചിച്ച് നോക്ക് പ്രണവേ. ബിസിനസ്സും സ്വത്തുക്കളും എല്ലാം സ്വന്തം പേരിലായി എന്നല്ലാതെ ആ ഓഫീസിലേക്ക് നീ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? ദേ, ഒരു ഭാരിച്ച ഉത്തരവാദിത്വം നിന്റെ തലയിലേക്ക് വന്നിരിക്കുന്നത്. അതിനെ ഇങ്ങനെ കളിച്ചു നടന്ന് പാഴാക്കി കളയാൻ നോക്കല്ലേ പ്രണവേ. ആദ്യം നീ ഓഫീസിൽ പോണം. അവിടെ ചെന്ന് ഒന്നേന്ന് കാര്യങ്ങൾ തുടങ്ങണം. അത് കഴിഞ്ഞ് സ്വന്തം അധ്വാനത്തില് നേട്ടങ്ങൾ കൊയ്യണം. അതിന്റെ ലാഭം എടുത്ത് വേണം ഭാര്യയ്ക്ക് സർപ്രൈസും സമ്മാനവും ഒക്കെ വാങ്ങിക്കൊടുക്കാൻ. എന്റെ പൊന്നെ ആന്റി, അതൊക്കെ ശരിയാവും. നാളെ മുതൽ ഞാൻ ഓഫീസിൽ പോയി തുടങ്ങുമല്ലോ. ഇതിപ്പോ എന്റെ വക ചെറിയൊരു സമ്മാനം. ശിവാനി എനിക്ക് വേണ്ടി അത്രയും കഷ്ടപ്പെട്ടതല്ലേ. നിന്നെ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അധ്വാനിച്ചതിന്റെ പേരിലാണ് ഇവൾക്ക് നീ നെക്ലസ് വാങ്ങി കൊടുക്കുന്നതെങ്കിൽ ഇതുപോലെ വിലപ്പെട്ട സമ്മാനങ്ങള് ഇനിയും വാങ്ങേണ്ടി വരും. നിനക്ക് വേണ്ടി ജയിലിൽ പോയി കിടക്കേണ്ടി വന്ന് CKC സന്തോഷിപ്പിക്കണ്ടേ? നിനക്കും ഇവൾക്കും അഭയവും ഒരമ്മയുടെ സ്നേഹവും തന്ന് ജ്യോതിർമയെ അങ്ങ് മറന്നു കളയാൻ പറ്റും. എല്ലാം പോട്ടെ, CKCക്കും ജ്യോതിർമയ്ക്കും നിന്ന് കളിക്കാൻ പറ്റിയ തന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്ത് എനിക്ക് നീ തരാതിരിക്കൂ? ഞാനും CKCയും ജ്യോതിർമയും ഒക്കെ നിനക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തപ്പോ കൂടെ നിന്നു തന്നു എന്നല്ലാതെ ഇവൾ എന്ത് മലമറിച്ചു എന്നാ നീ പറയുന്നേ? എന്റെ ആന്റി പ്ലീസ്, ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇതെന്റെ ചെറിയൊരു സന്തോഷമാണ്. ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാൻ വേണ്ട വിധത്തിൽ നോക്കിക്കോളാം. ശിവാനി വാ.